നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം താനെടുത്ത് വെച്ചോ ഇതൊക്കെ ഇപ്പൊ വന്നു കിട്ടിയത് രാവിലെ തുടങ്ങി സമരം എന്തൊക്കെ മാത്രം എന്താ കുട്ടികളെ മണ്ണെണ്ണ കയ്യിലുണ്ട് എന്ത് പോക്കിയാണ് എനിക്ക് മാത്രം പോക്കില്ല ഇവിടെ എത്ര ആളുകൾ പണി മുടക്കി നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം എന്റെ പോലത്തെ ചട്ടകളിൽ കരിങ്കാലി പണി എടുക്കാം തിരിച്ചു വരുന്നതിന് കൂട്ടിയില്ലെങ്കിൽ സാധനം ഞങ്ങള് കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങള് സാധനം കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോ മേശപ്പുറത്ത് ഒറ്റ കൂടെ കാണാൻ പാടില്ല. ഈ നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം താനെടുത്ത് വെച്ചോ ഇതൊക്കെ ഇപ്പൊ വന്നു കിട്ടിയത് രാവിലെ തുടങ്ങി സമരം എന്തൊക്കെ മാത്രം എന്താ കുട്ടികളെ മണ്ണെണ്ണ കയ്യിലുണ്ട് എന്ത് പോക്കിയാണ് എനിക്ക് മാത്രം പോക്കില്ല ഇവിടെ എത്ര ആളുകൾ പണി മുടക്കി നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം എന്റെ പോലത്തെ ചട്ടകളിൽ കരിങ്കാലി പണി എടുക്കാം തിരിച്ചു വരുന്നതിന് കൂട്ടിയില്ലെങ്കിൽ സാധനം ഞങ്ങള് കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങള് സാധനം കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോ മേശപ്പുറത്ത് ഒറ്റ കൂടെ കാണാൻ പാടില്ല. ഒറ്റ ദിവസം കൊണ്ട് അവർ ലാഭം ഉണ്ടാക്കി ലുലുമാൾ പണിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറ്റുന്ന മീനൊന്നും നാളെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇതിനൊക്കെ അവർ മുടക്ക് മുതൽ വേസ്റ്റ് ആണ്. നാളെ പുതിയ മീൻ എടുക്കാൻ പോകുന്നത് ഇന്ന് കിട്ടാൻ പോകുന്ന വരുമാനം വെച്ചായിരിക്കും എടുക്കാൻ പോകുന്നത്. ഈ സമരാനുകൂലികൾ അതിന് ഒരു പരിഹാരം ചെയ്യുന്നില്ല. അതായത് ഈ സമരം ചെയ്യുന്നതോടെ ഇവരെ ലാഭമാണല്ല ഇവരെ മുതലാണ് ഇല്ലാതാക്കുന്നത്. ഇവരെയാണ് കഷ്ടത്തിലാക്കുന്നത്. ഇവരുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. ഒരുപക്ഷെ ആ നഷ്ടം കൊണ്ട് തന്നെ ഈ കട തന്നെ പൊട്ടിപ്പോവാം. ഇവര് പറയുന്നുണ്ട് 3 മാസം മുമ്പേ പറഞ്ഞതാണ്. 3 മാസം മുമ്പ് പറഞ്ഞാലും ഇവര് ആ മീൻ എടുത്താലേ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ എടുത്തതുമായിരിക്കാം. അവരുടെ ലാഭം ഉണ്ടാക്കുന്ന പോട്ടെ മുതൽ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ നാളെ അവർ കടം മേടിച്ചിട്ടായിരിക്കും നാളത്തെ മീൻ എടുക്കാൻ പോകുന്നത്. ഈ സമരം കൊണ്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് മലയാണ് മറിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. അവരുടെ രാഷ്ട്രീയ ബലം കാണിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ സമരം. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രോമം ഒന്ന് നരപ്പിക്കാൻ പോലും പറ്റാത്തവന്മാരാണ്.